സംഘാടക സമിതിയോട് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. ഇതിപ്പോൾ ഞങ്ങൾ അമ്മമാർക്ക് വേണ്ടി എന്നൊക്കെ പറയാൻ സംഘടിപ്പിക്കപ്പെട്ട അമ്മമാരുടെ വേദിയാണ്. ഈ ഒരു ക്ഷേത്ര കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മാതൃശക്തി ഉണർന്നേ മതിയാകൂ. നേരത്തെ നമ്മളോട് ജില്ലാ അധ്യക്ഷ പറഞ്ഞു, ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സമാജത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലൊക്കെ തന്നെ സ്ത്രീയുടെ ശക്തി ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ആ സ്ത്രീ ശക്തി സമാഹരണം അല്ലെങ്കിൽ സ്ത്രീ ശക്തി ജാഗരണം ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള മാതൃസംഗമങ്ങൾ ക്ഷേത്രങ്ങളിലാകാം, വിദ്യാലയങ്ങളിലാകാം, യൂണിയൻ്റെ പരിപാടികളിലാകാം, എവിടെയും ഇന്ന് അമ്മമാരുടേതായ ഒരു കൂട്ടായ്മ നിർബന്ധമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ PTA സമമായി തന്നെ മദർ PTA ഉണ്ട്. അവരും യോഗങ്ങൾ ചേരണം, അവരും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അമ്മമാരുടെ ശക്തി നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഇന്ന് ഈ ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത, നമ്മൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മാതൃശക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലോകം മുഴുവൻ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുമ്പോൾ, സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ, നമ്മൾ മാത്രം അതിശക്തമായി പറഞ്ഞു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, ശക്തിയാണ്, ശക്തിയാണ് എന്ന്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീ ശക്തിയാണ്, ശക്തിയാണ്, ശക്തിയാണ്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? നിങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾ ഇത്തിരി തരാം എന്ന് പറയുന്നതാണ് ശാക്തീകരണം. നീ ശക്തിയാണ് എന്ന് പറയുന്നത് അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. നിനക്ക് ശക്തിയുണ്ട്, നിന്നെ ഇനി മറ്റാരും ശക്തി കൊടുക്കണ്ട എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസം അവളിൽ ഉണ്ടാക്കാൻ, ആത്മാഭിമാനം അവളിൽ ഉണ്ടാക്കാൻ, ഇതിനാണ് സഹസ്രാബ്ദങ്ങളിലായി സനാതനധർമ്മം സ്ത്രീ ശക്തിയാണ് എന്ന് പറഞ്ഞു. എല്ലാറ്റിനും ഉപരിയായി അവൾ ആദിപരാശക്തിയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ഉപരിയായി സ്ഥാനമുള്ള ആദിപരാശക്തിയായി അമ്മയെ കാണുന്നു. ബ്രഹ്മാവിനോടൊപ്പം സരസ്വതിയായും സൃഷ്ടികർമ്മങ്ങളിൽ അതിന് വേണ്ടുന്ന എല്ലാ കലാപരമാകാം, അറിവാകാം, എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട് സരസ്വതി ദേവിയാകും. സ്ഥിതി പരിപാലിക്കാൻ മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മിയായും, സമ്പത്ത് മുഴുവൻ പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മിയായും, സംഹാര പ്രക്രിയയ്ക്ക് ശിവന് ശക്തി പകർന്നു കൊടുത്തുകൊണ്ടുള്ള പാർവതിയായും ഒക്കെ സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ത്രീയെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇന്ന് മാറുന്ന ലോകത്തിൽ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാറുന്ന ലോകത്തിൽ മാറാത്ത ശക്തിയായി അവൾക്ക് നിലനിൽക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ ലോകത്തിൻ്റെ പോക്ക് അബദ്ധത്തിലേക്കും അപകടങ്ങളിലേക്കും ഒക്കെ ആക്കി അല്ലെങ്കിൽ പോകാതിരിക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മളിന്നിവിടെ നിൽക്കുന്നത് ഗണപതി ക്ഷേത്രത്തിൽ മൂടപ്പ സേവയും അല്ലെങ്കിൽ ബ്രഹ്മകലശ മഹോത്സവമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തുമ്പിയും കൊമ്പും കൊണ്ട് വിഘ്നങ്ങൾ തട്ടിമാറ്റുന്ന വിഘ്നേശ്വരനായ ഗണപതി, ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമി, ഇതിന് പിന്നിലെ ശക്തി ആരാ? സംശയിക്കേണ്ട, കഥകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പാർവതി ദേവി തന്നെയാണ്. തുമ്പിയും കൊമ്പും കൊണ്ട് വിഘ്നങ്ങൾ തട്ടിമാറ്റുന്ന ഒരു മകനെ, അത് വ്യക്തിയുടെ ആകാം, കുടുംബത്തിൻ്റെ ആകാം, സമൂഹത്തിൻ്റെ ആകാം, രാഷ്ട്രത്തിൻ്റെ ആകാം, ലോകത്തിൻ്റെ മുഴുവനാകാം, സംസ്കൃതിയുടെ ആകാം, അതിനൊക്കെ മുന്നിൽ വരുന്ന വിഘ്നങ്ങൾ തുമ്പിയും കൊമ്പും കൊണ്ട് തട്ടിമാറ്റാൻ കഴിയുന്ന മക്കൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാർവതി ദേവി നമുക്ക് പ്രചോദനമാകണ്ടേ? പാർവതി ദേവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയല്ല. അവിടെയാണ് ശക്തി. ശിവന് പോലും ശക്തി പകർന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നേക്കാൾ ഒരുപാട് കരുത്തുള്ള ഗണപതി ഭഗവാൻ, 1000 ആനയുടെ കരുത്ത് എന്നൊക്കെ പറയുമ്പോൾ പോലും നിസ്സാരമായി പോകും. ഒരുപാട് കരുത്തുള്ള ആ മകനെ സമൂഹത്തിൻ്റെ വിഘ്നങ്ങൾ തട്ടിമാറ്റുന്നൊരു ശക്തിയാക്കി വളർത്തിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ അവിടെയാണ് ആ അമ്മയിലെ മാതൃത്വം നമുക്ക് ഇന്നും മാതൃകയാകുന്നത്. അപ്പോൾ ഒരു ഗണപതി ക്ഷേത്രത്തിലിരുന്ന് മാതൃസംഗമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള കഴിവുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ പുനഃസ്ഥാപിക്കാൻ എന്തു ചെയ്യാൻ കഴിയും? സനാതനധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അത്തരമൊരു മാതൃത്വം നമ്മളിൽ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യും എന്നതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, വിനായകൻ, ഗണപതി ഒക്കെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂട്ടത്തിൻ്റെ പതിയാണ്. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടമാണല്ലോ, വെറും ഒരു ആൾക്കൂട്ടമല്ല. എന്തെങ്കിലും ചില പൊതു ആചാരങ്ങളോ പൊതു ലക്ഷ്യങ്ങളോ ഒക്കെയുള്ള ഒരാൾക്കൂട്ടം, അതിന് മാത്രമേ പതിയും നായകനും ഒക്കെ വേണ്ടുള്ളൂ. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൻ്റെ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ഗണത്തിൻ്റെ നായകനാണ് ഗണപതി. വിശേഷപ്പെട്ട നായകനുമാണ് ഗണപതി. അപ്പം അങ്ങനെ വിശേഷപ്പെട്ട നായകനോ കൂട്ടത്തിൻ്റെ പതിയോ ആകണമെങ്കിൽ ആദ്യം നമ്മളൊരു കൂട്ടമാകണം, വേണ്ടേ? എല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഒരു കൂട്ടമായി മാറുമ്പോഴാണ് നമുക്ക് ഗണപതിയുടെയൊക്കെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴേ വിഘ്നങ്ങൾ തട്ടിമാറ്റാൻ പറ്റുള്ളൂ.
അങ്ങനെ ഒരു കൂട്ടമായി മാറുമ്പോഴേ നമുക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങളൊക്കെ തട്ടി മാറ്റാൻ പറ്റൂ. ഇന്ന് നമ്മുടെ സംസ്കൃതിക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിന്, നമ്മുടെ മൂല്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഘ്നം വരുന്നെങ്കിൽ ആദ്യത്തെ പടി ഗണപതിയെ പോലെ നമ്മളെല്ലാം ഒരു കൂട്ടമാവുക. പൊതു ആചാരങ്ങളോ പൊതു ലക്ഷ്യമോ ഒക്കെയുള്ള ഒരു കൂട്ടമായിട്ട് മാറുക. എല്ലാ ഭേദഭാവങ്ങളും മറന്ന് കൈകോർക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആ കരുത്ത് പൂർണ്ണമാവുക. ഗണപതി നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയുടെ പ്രാധാന്യമാണ്. ഈ ശക്തി എങ്ങനെയാണ് ഉണ്ടാകുക? പവർ മാൾട്ട് കഴിച്ചുകൊണ്ട് മാത്രം ശക്തി ഉണ്ടാവില്ലല്ലോ, അല്ലേ? ആ ശക്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം ചേർന്ന് നിൽക്കാനുള്ളൊരു മനസ്സ് വേണം. ഈ മനസ്സ് അമ്മമാരിലൂടെ ഉണ്ടാക്കിയെടുത്താൽ അത് സ്ഥിരമായിരിക്കും. എല്ലാ ഭേദഭാവവും മറന്ന് ആദ്യം നമ്മുടെ കുടുംബത്ത്, അതിനുശേഷം അയൽക്കാരുമായി ചേർന്ന്, അല്ലേ? അങ്ങനെ എവിടെയൊക്കെ പലപ്പോഴും നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്തുന്നതാകാം, നമ്മളൊന്നും ആവില്ല ഉത്തരവാദികൾ. എന്നിരുന്നാലും നാട്ടിലൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അത് ഇടയിലൊക്കെ ഡാഷ് ഇട്ടിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 4 തല ചേർന്നാലും 4 മറ്റെന്തൊക്കെയോ ചേരില്ല എന്നൊക്കെ നാട്ടിൻപുറത്തൊരു ചൊല്ലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചേർന്നാൽ ചിലത് ചേരില്ല, കാരണം സ്ത്രീകൾ ചേരില്ല, എല്ലാ വഴക്കിൻ്റെയും പിന്നിൽ അവരാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളിലൊരു അപകർഷതാ ബോധം ഉണ്ടാകത്തക്ക വിധത്തിൽ ചിലപ്പോൾ നമ്മളും ഏറ്റു പറയുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ് എന്ന്. കാരണം ഗണപതിയെ പോലെ മുഴുവൻ സമാജത്തിൻ്റെയും വിഘ്നങ്ങൾ തട്ടിമാറ്റാനുള്ള വിഘ്നേശ്വരനായ ഒരു ഗണപതിയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ പാർവതീ ദേവിയെ പോലുള്ളവരെ പഠിക്കുന്ന നമുക്ക് നമ്മൾ വഴക്കാളികളാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇനി വരുമ്പോഴെങ്കിലും അത്തരത്തിലൊന്നും, അല്ലേ, വരുന്ന നൂറ്റാണ്ടുകളിലെങ്കിലും സ്ത്രീക്ക് അത്തരം ഒരു ഛായ ചാർത്തി തരാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് എന്ത് വേണം? ഐക്യത്തിൻ്റെ പ്രേരക ശക്തികളായി മാറണം. ഒരു കുടുംബത്തിൻ്റെ ഐക്യം, നമ്മളുടെ ഐക്യമില്ലാത്ത കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? നായർക്ക് ഇഞ്ചിപക്ഷം, അല്ലേ, അച്ചിക്ക് കൊഞ്ചുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കടിക്കുന്ന ഒരു കുടുംബത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇന്ന് വഴിപഴച്ചു പോകുന്ന യുവത്വത്തെ നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവിടെയൊക്കെ എന്തൊരു ശ്രദ്ധയാണ്, നമുക്ക് പുരാണങ്ങളൊക്കെ നമുക്കുള്ള മാതൃകയാണ്. എന്തൊരു ശ്രദ്ധയാണ് പാർവതീ ദേവിയൊക്കെ എടുക്കുന്നത്. നമുക്ക് പാർവതീ ദേവി എടുക്കുന്ന ശ്രദ്ധ എവിടെന്നാണ് മനസ്സിലാവുക? അത് രാമായണത്തിൽ നിന്നാണ് മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇതൾ വിരിയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് രൂപത്തിലാണ് കഥ പറയണത്. ആ ഫ്ലാഷ് ബാക്ക് എവിടുന്നാണ് വരുന്നത്? പാർവതീ ദേവി, ജഗന്മാതാവായ പാർവതീ ദേവി ജഗത്പിതാവായ ശ്രീപരമേശ്വരനോട് ഒരു കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പാർവതീ ദേവി പരമേശ്വരനോട് ഒരു കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കഥ കേൾക്കാൻ ഏതെങ്കിലും ഒരു കഥ മതിയല്ലോ, അല്ലേ? പക്ഷെ അവിടെ എങ്ങനത്തെങ്കിലും ഒരു കഥ പോരാ. ആ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉത്തമനായ മനുഷ്യൻ്റെ കഥ കേൾക്കണം എന്നാണ്. ഉത്തമനായ മനുഷ്യൻ്റെ കഥ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ, അച്ഛനെ കൊണ്ടത് പറയിപ്പിക്കുന്ന ഒരമ്മ, ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണ്ടേ? ഉത്തമനായ മനുഷ്യൻ്റെ കഥ കേൾക്കണം. പാർവതിക്ക് കഥ അറിയാണ്ടിയൊന്നുമല്ല, ജഗൻ മാതാവാണ്, ശക്തി സ്വരൂപിണിയാണ്, അറിയാതെയല്ല. അപ്പം ആ കഥ അവിടെ പറയിപ്പിക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഈ കഥ പറയുന്ന പരമേശ്വരനോ കേൾക്കുന്ന പാർവതീ ദേവിയോ മാത്രമല്ല അവിടുത്തെ കഥാപാത്രങ്ങൾ. അത് ഒരു പക്ഷേ ഓവർ ഹിയർ ചെയ്യുന്ന, അല്ലെ, ചെവിയിലൂടെ പിടിച്ചെടുക്കുന്ന വലിയ ചെവിയായിരിക്കുന്ന ഗണപതി മകനാണല്ലോ, അല്ലേ? ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമി. അപ്പം മക്കൾ എന്താണ് വീട്ടിൽ നിന്ന് കേൾക്കേണ്ടത്, അതിനെപ്പറ്റി ആ അമ്മയ്ക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അരുതാത്തത് കേട്ടല്ല വളരേണ്ടത്, നല്ലത് മാത്രം കേട്ടാണ് മക്കൾ വളരേണ്ടത്. അപ്പോൾ ഉത്തമനായ മനുഷ്യൻ്റെ കഥ തനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ പാർവതീ ദേവി ഇന്നത്തെയല്ല എന്നത്തെയും അമ്മമാർക്ക് മാതൃകയാണ്. അത്തരമൊരു അമ്മയായാൽ നമ്മളൊക്കെ ഗണപതിയുടെ മാതാക്കളായി, ഇല്ലേ? നമ്മുടെ വീടുകളിൽ നല്ലത് മാത്രം പറയാൻ, നല്ലത് കേൾക്കാൻ. നമ്മൾ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കും നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ. പക്ഷെ നമുക്ക് നല്ലത് കേൾക്കാൻ താല്പര്യമുണ്ടോ? വീട്ടിൽ എങ്ങനത്തെ സംസാരങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടാറ്? നമ്മൾ ഇത്തരം മാതൃസംഗമത്തിൽ നിന്ന് ശക്തിയാണ്, അല്ലേ, നമ്മൾ ശക്തിയാണ് എന്ന ആത്മവിശ്വാസത്തോടെ തിരിച്ചു പോകുമ്പോൾ ആത്മപരിശോധന നടത്തുക. എങ്ങനെയുള്ള സംഭാഷണമാണ് വീടുകളിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? സംസാരിക്കുമ്പോഴല്ലേ, ആരുടെങ്കിലും നല്ല കാര്യം കേൾക്കുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല, അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഗുണവധികാരം എന്ന് പറഞ്ഞ് അത് നിർത്തിക്കുന്നുണ്ടോ? അതേസമയം ഏതെങ്കിലും മോശപ്പെട്ട കാര്യമാണ് പറയുന്നതെങ്കിൽ എപ്പോഴേ ഉണ്ടായേ, എന്നിട്ടോ അപ്പോൾ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയല്ലേ, തീയില്ലാണ്ട് പുകയുണ്ടാവില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുത്തി കിളിച്ച് എവിടെ കുത്തിയിട്ട് എവിടെ മുളച്ച് എങ്ങട്ടാ പടർന്ന് എന്ന് പറഞ്ഞ് അവർക്ക് 100 തിരക്കുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞിട്ട് പോകാൻ മനുഷ്യ, ലോകം അവസാനിക്കാൻ പോകുമെന്നല്ല, നിങ്ങളതിന് മുട്ടുകൊടുക്കാൻ പോകുമെന്നല്ല, ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോശപ്പെട്ട വല്ല കാര്യങ്ങളും ആണെങ്കിൽ അത് വളരെ സവിസ്തരം കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാർവതീ ദേവിയിൽ നേരെ അകലുന്നു.
നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ, അല്ലേ? അത് കുട്ടികൾ എന്ത് കേൾക്കണം എന്നുള്ളത്. നമ്മൾ രാഷ്ട്രീയ രംഗത്തൊക്കെ ഏറെ കേൾക്കുന്ന ഒരു വാക്കാണ് ഹിഡൻ അജണ്ട എന്നുള്ളത്. ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രം പോരാ, നമുക്ക് വ്യക്തികൾക്കും വേണമെന്നാണ്. കുടുംബത്തിൽ എന്ത് കേൾക്കണം, എന്തെങ്കിലും അവിടെ ഉണ്ടാകുമ്പോൾ മക്കൾ കേട്ടോട്ടെ, അല്ലേ? വഴക്കടിക്കുന്നത് കേൾക്കണം, അതൊക്കെ അവിചാരിതമായി സംഭവിക്കണം. അങ്ങനെ സംഭവിക്കരുത്. അവരെന്ത് കേൾക്കണം എന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുമ്പോൾ, വലിയ ചെവിയുമായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ അതെ വലിയ ചെവിയുണ്ട്, അവരോടായിട്ട് പറയുമ്പോൾ മാത്രമേ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അവരോടല്ലാതെ പറയണ ഏത് കാര്യവും മുഴുവൻ പിടിച്ചെടുക്കത്തക്ക വിധത്തിൽ വലിയ ചെവിയുമായിട്ടാണ് നമ്മുടെ മക്കളിരിക്കുന്നത്. അവരോട് പറയുമ്പോൾ പറഞ്ഞാൽ കേൾക്കായ നല്ല സുഖമാവും, അല്ലേ? പറഞ്ഞാൽ കേൾക്കാൻ മാത്രം. കാരണം എന്തുവന്നാൽ പറഞ്ഞ് ഈ പറഞ്ഞു കേൾക്കലല്ല മനുഷ്യൻ. അവൻ്റെ വ്യക്തി ബോധത്തിൽ സ്വതന്ത്ര ചിന്തയുണ്ട്, യുക്തി ചിന്തയുണ്ട്. മറ്റൊരാൾ പറഞ്ഞ് വടിയെടുത്ത് നയിക്കുന്നത് പോലെ മനുഷ്യരെ നയിക്കാൻ സാധിക്കില്ല. അവൻ്റെ ആ സ്വാതന്ത്ര്യ ബോധവും യുക്തി ചിന്തയ്ക്കും അനുസരിച്ച് അവനാണ് തീരുമാനിക്കേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞാൽ കേൾക്കാനുള്ളത്. കാരണം പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ കേൾക്കില്ല, അവരോട് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ കേൾക്കുമോ? പണ്ടേ ഒരു സ്വാമി പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ കേട്ടത് എൻ്റെ ഒന്നല്ല വാക്കുകൾ കേട്ടോ. ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയെ വീട്ടിൽ ചെന്നപ്പോൾ അതിഥി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പേര് ചോദിച്ചു ഇത്ര കുട്ടിയോട്. സാധാരണ അങ്ങനെയുള്ളൂ, വന്നാൽ നമ്മളൊരു ലിങ്ക് ഉണ്ട് വീട്ടിൽ. അപ്പോൾ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അത്ര അരുത് ബേബി എന്നാണ് പേരെന്ന് പറഞ്ഞു. ഇതെന്ത് ഇങ്ങനൊരു പേരെന്ന് ചോദിച്ചപ്പോൾ സംഗതി എന്താ വെച്ചാൽ അവൻ്റെ പേര് ബേബി എന്നേ ഉള്ളൂ. പിന്നെ ഈ കുട്ടി കേൾക്കണത് മുഴുവൻ അരുത് ചേർത്തിട്ടാ. ചാടരുത് ബേബിയെ, ഓടരുത് ബേബിയെ, അങ്ങോട്ട് പോകരുത് ബേബിയെ, ഇതെടുക്കരുത് ബേബിയെ, അത് ചെയ്യരുത് ബേബിയെ. അപ്പോൾ കുട്ടി ചേർത്തിന് എപ്പോഴും ഈ അരുത് ചേർത്ത് പറയുമ്പോൾ തൻ്റെ പേര് ഇതിലുണ്ട് എന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ ഏതെങ്കിലും കാര്യങ്ങളെന്ന് അവർ വിട്ടു നിൽക്കണുണ്ടോ? ഈ അരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒന്ന് ചെയ്ത് നോക്കിക്കളയാം എന്നുള്ള തോന്നൽ അവരിലേക്ക് ചിലപ്പോൾ വരാം. അതുകൊണ്ട് അരുതുകൾ പറഞ്ഞു വിലക്കിയല്ല, വടിയെടുത്ത് ഇടയനെ പോലെ നയിച്ചല്ല നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ബാലനായി മരുവുന്ന കാലമേ ചാലെഴുന്ന വഴിയെ നടത്തുകിൽ കാലഗേഹഗതിയോളമായവൻ കാലു തെറ്റിയടി ഒന്ന് വെച്ചിട എന്ന കവിവാക്യം. വടിയെടുത്ത ആ ചാലിലേക്ക് കയറ്റണം എന്നല്ല, ആ ചാല് കാണിച്ചു കൊടുത്താൽ മതി. ഏത് ചാലിലൂടെയാണ് പോകേണ്ടത് എന്ന് കാണിച്ചു കൊടുത്താൽ ആ ചാലിലൂടെ പോയിക്കോളും. ഇന്നത്തെ കാലത്ത് പാർവതി ദേവിയിൽ നിന്നൊക്കെ ഏറെ പഠിക്കാനുണ്ട്. ശക്തിയും ഭക്തിയും സിദ്ധിയും ബുദ്ധിയും അല്ലെ എല്ലാം നമ്മൾ ഗണപതിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ മക്കൾ ശക്തരാകണം. ശരീരത്തെ ശക്തരാക്കാൻ വേണ്ടുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കേൾക്കാമോ അതൊക്കെ അല്ലേ, യൂട്യൂബും മറ്റേ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലും യൂട്യൂബ് സർവകലാശാലയിലും വരുന്നതെല്ലാം വിശ്വസിച്ചുകൊണ്ട് മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അത് കൊടുത്താൽ നല്ലതാണ്, ഇത് കൊടുക്കാതിരിക്കണം, അത് അപ്പം കൊടുക്കണം, ഇത് ഇപ്പം കൊടുക്കണം, എന്തൊക്കെ കാണുന്നോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, അല്ലേ? അതുകൊണ്ട് മാത്രമായില്ല. ശരീരത്തിൻ്റെ ശക്തി പോലും നമ്മൾ കാണുന്ന മറ്റേ ആഹാരങ്ങളിൽ നിന്ന് മാത്രമല്ല ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ ശരീരത്തിന് ശക്തി വേണം. ഗണപതി ഭഗവാൻ അതുകൊണ്ടല്ലോ 1000 ആനയുടെ കരുത്ത് നിസ്സാരമാണ് എന്നല്ലേ പറയണത്. അപ്പോൾ ശരീരത്തിന് കരുത്ത് ആവശ്യമാണ്, മനസ്സിന് കരുത്ത് ആവശ്യമാണ്. എല്ലാ അർത്ഥത്തിലും കരുത്തരായി നമ്മുടെ മക്കൾ വളരണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ വനിതാ സംഗമത്തിൽ, മാതൃസംഗമത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സ്ത്രീ സമത്വത്തെ പറ്റി ഏറെ, കാരണം അതാണ് എല്ലാ വനിതാ സംഗമങ്ങളിലും മാതൃസംഗമങ്ങളിലും എല്ലാം മറ്റേ സ്ത്രീകളുടേതായ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കുക സ്ത്രീ സമത്വത്തെ പറ്റിയിട്ടാണ്. അതായത് പുരുഷന് തുല്യമായ അവകാശ അധികാരങ്ങളൊക്കെ നമുക്ക് വേണം. സ്ത്രീ സമത്വത്തെ പറ്റി എല്ലാ രംഗത്തും ഒപ്പം എത്തണം. നല്ല കാര്യമാണ് അതൊക്കെ. ഭാരതം പക്ഷേ ഒരു പടി കൂടി കടന്നിട്ട് സ്ത്രീ സമത്വമല്ല, സ്ത്രീ മുന്നിലാണോ എന്ന് തോന്നത്തക്ക വിധത്തിലാണ് നമ്മുടെ ആശയങ്ങളൊക്കെ. ഈ സമത്വം ഇപ്പം നമുക്ക് ചില രംഗങ്ങളിൽ നമ്മൾ വല്ലാണ്ടങ്ങ് നേടിക്കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അത് വേറൊരു രംഗത്തുമല്ല. ഇപ്പോൾ നമ്മളെ വല്ലാതെ അലട്ടുന്നൊരു വിഷയമുണ്ടല്ലോ, അത് മദ്യം, മയക്കുമരുന്ന് പോലുള്ളതൊക്കെ. ഇപ്പോൾ അനുഭവസ്ഥരും സമാജത്തെ പഠിക്കുന്നവരും പറയണു സ്ത്രീകളും അതിലൊട്ടും പിന്നിലല്ല എന്നുള്ളത്. അപ്പോൾ ഒരു കാലത്ത് മാറി നിന്നിരുന്ന അവിടെയൊക്കെ നമ്മൾ സമത്വം നേടിക്കഴിഞ്ഞോ, മദ്യം, മയക്കുമരുന്ന് ഇവയുടെ ഉപയോഗത്തിലും വിതരണത്തിലും വിപണനത്തിലും ഒക്കെ നമ്മളിന്ന് തുല്യത നേടിക്കഴിഞ്ഞോ എന്നൊരാപൽക്കരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തുല്യത അത്ര നല്ലതല്ല. ശ്രീമദ് ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ആണായാലും പെണ്ണായാലും നശിക്കാൻ പാടില്ല, പക്ഷേ സ്ത്രീ നശിച്ചാൽ അതിന് വലിയ ദോഷം ഉണ്ടാകുന്നതാണ്. കാരണം ഒരു സംസ്കാരത്തെയും ഒരു ജനതയെയും മുഴുവൻ നശിപ്പിക്കാൻ ആ സ്ത്രീയുടെ നാശം കൊണ്ട് സംഭവിക്കും എന്നുള്ളതാണ്. സ്ത്രീ പാലിനെ പോലെ എന്നാ പറയുക. എന്താ പാലിൻ്റെ പ്രത്യേകത? പാല് സമീകൃത ആഹാരമാണ്, പോഷകാഹാരമാണ്, അല്ലേ? നല്ല സാധനമാണ്. പലതും ശുദ്ധിയാക്കാൻ ചിലപ്പോൾ പാലിലിടുന്നൊക്കെ ചടങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. ശുദ്ധിയാക്കാൻ വേണ്ടി പാലിലിടുക. അപ്പോൾ ശുദ്ധിയാക്കാൻ കഴിവുള്ള സാധനം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. പറഞ്ഞതൊക്കെ ശരി തന്നെ. ആ സാധനം കേടുവന്നാലോ?
ഈ പാലൊന്ന് കേടുവന്നാൽ ചിന്തിച്ചു നോക്കൂ, ഇത്ര വൃത്തികെട്ടൊരു സാധനം വേറെ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇതുപോലെയാണ് അമ്മ ശക്തിയാണ്, അമ്മ സ്നേഹമാണ്, കരുണയാണ്, ദയയാണ്, എല്ലാമാണ്. പക്ഷെ ചീത്തയായാൽ പാലിനെ പോലെ ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധ ആവശ്യം വേണ്ടവരാണ് നമ്മൾ. പക്ഷെ എന്തോ കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയം അല്ലേ. ആണായാലും പെണ്ണായാലും ഇന്ന് നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. ഇത് കേരളമാണെന്ന് പറയാതെ നമ്മൾ ഒരു വർത്തമാനവും പറയാറില്ല. ഇടയ്ക്കിടയ്ക്ക് മറന്നുകൊണ്ടോ ഇത് കേരളമാണ് എന്ന് മറന്നുകൊണ്ടത് ഇങ്ങനെ ഉറപ്പിക്കുന്നത് കേരളമാണ് എന്ന് നമ്മളങ്ങനെ ഉറപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണ്, സാക്ഷരതയിൽ ഒന്നാമതാണ്, ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഒന്നാം സ്ഥാനങ്ങളും സംഗതി ഒന്നും നിഷേധിക്കുന്നില്ല നമ്മൾ കേട്ടോ. പക്ഷേ ആ ഒന്നാം സ്ഥാനങ്ങളൊക്കെ അപ്രസക്തമാകത്തക്ക വിധത്തിൽ നമ്മുടെ ജനത തളർന്നു കിടക്കാൻ പോവുകയാണ് എന്നതിലേക്കാണ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നത്. LP സ്കൂളിൽ വരെ മയക്കുമരുന്ന് വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ അരുത് ബേബിനോട് പറഞ്ഞ പോലെ ഉപയോഗിക്കരുത് എന്ന് കിട്ടാവുന്ന വേദികളിൽ മുഴുവൻ എല്ലാവരും ബോധവൽക്കരണം നടത്തിയാൽ അതുവരെ കഴിക്കാത്തവരും കൂടി പോയി കഴിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് യാതൊന്നും സംഭവിക്കാൻ പോണില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് മനസ്സിലാക്കണം. കാരണം ഇതുവരെ നടത്തിയ ബോധവൽക്കരണങ്ങളൊക്കെ കൂടി എടുത്തു വെച്ചാൽ നമ്മുടെയൊക്കെ ബോധം കെട്ടു പോകാൻ തക്ക ബോധവൽക്കരണം പഞ്ചായത്ത് തൊട്ട് വിദ്യാലയം തൊട്ട് എല്ലാവരും ബോധവൽക്കരണമാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണം കൊണ്ട് നമ്മൾ എവിടെയും എത്തിച്ചേരില്ല എന്ന് അനുഭവിച്ച സ്ഥിതിക്ക് മറ്റു പരിഹാരങ്ങൾ നമുക്ക് ചിന്തിക്കണ്ടേ? ആ പരിഹാരം സനാതന ധർമ്മത്തിന്റെ അടിത്തറയിലാണ്. സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത ദേവലോകത്തെ ഇലക്ഷൻ നിന്നിട്ട് ഇലക്ഷൻ നടത്തിയിട്ട് ഹിന്ദു ദൈവങ്ങളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആളെ കൂട്ടാനുള്ളതല്ല സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. ഞങ്ങളിലേക്ക് നിങ്ങളും വരും എല്ലാവരും കൂടി വരും. എന്നിട്ട് എന്താ അവിടെ ഇലക്ഷൻ നടക്കണമെങ്കിൽ റഫറൻഡം നടത്തണമെങ്കിൽ ഹിന്ദു ദൈവങ്ങൾ മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്, ഞങ്ങൾ ജയിച്ച് എത്ര ശതമാനം വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ ഇലക്ഷൻ നടക്കുന്നതായിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പല ദൈവങ്ങളുള്ളതായിട്ടും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം അത്തരത്തിലുള്ള സങ്കുചിത ലക്ഷ്യമൊന്നും സനാതന ധർമ്മത്തിനില്ല. അതൊരു വ്യക്തിയെ, ഒരു സമൂഹത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നതിൻ്റെ ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമുള്ള ആചാരാനുഷ്ഠാന പദ്ധതികളാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. എന്താ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രങ്ങൾ മാത്രമല്ല, അത് ക്ഷേത്രങ്ങളോ നമ്മുടെ മഹത്ഗ്രന്ഥങ്ങളോ മാത്രമല്ല സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ദൈവവിശ്വാസിയാകാതെ ഹിന്ദു ആകാം. ഇപ്പം നമ്മൾ സനാതന ധർമ്മം തന്നെ ഉറപ്പിച്ച് പറയണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിനെ നശിപ്പിച്ചേ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് ചിലർ ബദ്ധകങ്കണരായി ഇറങ്ങിയിട്ടുണ്ട്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി പോലെ, എലിപ്പനി പോലെ, കൊറോണ പോലെ നശിപ്പിക്കേണ്ടതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാന്യന്മാരൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് ഇതിനെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. സനാതന ധർമ്മത്തിൻ്റെ അടിത്തറ അത് ക്ഷേത്ര ആരാധനയിലല്ല, അത് മറ്റാചാരങ്ങളിലല്ല. അതിൻ്റെ അടിത്തറ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഹിന്ദു ആകാം, പക്ഷേ മാതാ പിതാ ഗുരു ദൈവം, അമ്മയും അച്ഛനും ഗുരുനാഥനും ദൈവമാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അല്ലെ, അതിഥി ദേവോ ഭവ. ഇത്തരം വിശ്വാസങ്ങളില്ലാതെ നിങ്ങൾക്ക് സനാതന ധർമ്മിയാകാൻ പറ്റില്ല. അമ്മയും അച്ഛനും ഗുരുനാഥനും വീട്ടിൽ വരുന്ന അതിഥിയും അടക്കം അവരൊക്കെയാണ് ദൈവം. ദൈവത്തെ വിശ്വസിക്കാതിരിക്കാം, ക്ഷേത്രത്തിൽ പോകാതിരിക്കാം, പക്ഷെ ഇതൊരു ഹിന്ദുവിൻ്റെ അടിത്തറയാണ്. ഇവിടം കൊണ്ട് എന്താ മെച്ചം? ബോധമുറയ്ക്കാത്ത പ്രായത്തിൽ അമ്മയും അച്ഛനും ഗുരുനാഥനും ഒക്കെ നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ അനുസരിച്ചും ആദരിച്ചും ശുശ്രൂഷിച്ചും വളരുമ്പോൾ ആ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ അബദ്ധങ്ങളിലേക്കും അപകടങ്ങളിലേക്കും പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധയുണ്ട്. നമ്മൾ കാലങ്ങളായി തകർത്തത് അവിടെയാണ്. സനാതന ധർമ്മത്തെ ഇവിടെ തകർത്തത് ക്ഷേത്രങ്ങൾ തകർത്ത സുൽത്താന്മാരോ മുഗളന്മാരോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ച യൂറോപ്യൻ ശക്തികളോ അവരൊക്കെ ആ ചെയ്ത നഷ്ടമൊക്കെ നമ്മളിന്ന് വീണ്ടെടുത്തുകൊണ്ടിരിക്കുക. ശ്രീരാമ ജന്മഭൂമിയും ശ്രീകൃഷ്ണ ജന്മഭൂമിയും കാശി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രവും അടക്കം ആ നഷ്ടങ്ങളൊക്കെ നമുക്ക് നികത്താൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടം അത് നികത്തണമെങ്കിൽ വളരെ ബോധപൂർവമായ പരിശ്രമം ആവശ്യമാണ്. ഇന്ന് നമ്മൾ നേരിടുന്നത് ക്ഷേത്രങ്ങൾക്ക് നേർക്കല്ല, മറിച്ച് നമ്മുടെ കുടുംബ മൂല്യങ്ങളുടെ കടക്കിലാണ് ഇന്ന് കത്തിവെക്കുന്നത്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി അർബൻ നക്സലുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നവരോ എൻ്റെയും നിങ്ങളുടെയും കുടുംബ സങ്കല്പങ്ങൾക്ക് മേലാണ് കത്തിവെച്ചത്. അവിടെയാണ് ഈ നാടിൻ്റെ നാശം തുടങ്ങുന്നതും. ആ കുടുംബ മൂല്യങ്ങൾ എപ്പോൾ നഷ്ടപ്പെടുമോ അവിടെയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തെയൊക്കെ പവിത്രമായ ബന്ധമായാണ് നമ്മൾ കണ്ടിരുന്നത്. ശ്രീരാമചന്ദ്രനെ കാട്ടിലാണെങ്കിലും നിഴല് പോലെ പിന്തുടരുന്ന സീതാദേവിയൊക്കെ ആദർശമായിട്ട് നമ്മുടെ മനസ്സിൽ കുടിക്കുന്നു. കാരണം ചില ധർമ്മമുണ്ട്, ചില കർമ്മമുണ്ട്, എന്ത് ത്യാഗവും സഹിക്കാൻ കഴിയുന്നവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട. ഒരു 10 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു പാട്ടാ. കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട, ലിവിങ് ടുഗദറുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പവിത്രമായ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് വിട്ട്
അല്ലെ? ഒരുമിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു യാഗം നടക്കുമ്പോൾ പോലും യജമാനനും യജമാന പത്നിയും തുല്യമായി കണ്ടുകൊണ്ട് ചടങ്ങുകൾ നടത്തിയിരുന്ന നമുക്ക് കൂടെയുറങ്ങാൻ മാരേജ് ആക്ടും ഇത് വെറും ഒരു പാട്ടിനപ്പുറത്തേക്ക് നമ്മുടെ സമാജത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വിവാഹമില്ലാതെ, വിവാഹ ബന്ധമില്ലാതെ കൂടെ താമസിക്കുന്ന ലിവിങ് ടുഗദറുകൾ നടക്കുന്ന യുവതീ യുവാക്കന്മാരുടെ എണ്ണം കൂടുന്നു. ലിവിങ് ടുഗദർ അല്ല, ഡൈയിങ് ടുഗദർ ആണ് നടക്കുന്നത്. ഒന്നിനെ കൊല്ലും, അല്ലെങ്കിൽ മറ്റേത് പോയി ചാവും. അവസാനം എന്നെത്തുന്നത് ലിവിങ് ടുഗദർ അല്ല, ഡൈയിങ് ടുഗദർ ആണ് നടക്കുന്നത്. അപ്പൊ ജീവിക്കാനും ജീവിപ്പിക്കാനും പഠിപ്പിച്ചിരുന്ന പവിത്രമായ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കടക്കൽ കത്തിവെച്ച് കഴിഞ്ഞു. കേരളത്തിലെ ഒരു പക്ഷേ ശ്രദ്ധയ്ക്കത്തക്ക വിധത്തിൽ ആൾ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. ഇവിടെ നടന്നൊരു സമരം ഉണ്ടായിരുന്നു, താലി ചുട്ടരിക്കൽ സമരം. താലി പൊട്ടിച്ച് തീയിലേക്കിടുന്ന താലി ചുട്ടരിക്കൽ സമരം. ഒരുപാട് പേര് പങ്കെടുത്തിട്ടില്ല, പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം സ്ത്രീയുടെ ഏറ്റവും വലിയ അടിമത്തമായി താലി അവളുടെ വിവാഹ ബന്ധമാണ് അവൾക്ക് ഏറ്റവും വലിയ തകരാറ് എന്ന് പറഞ്ഞാൽ താലി ചുട്ടരിച്ചു. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പവിത്രമായ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ കുടുംബങ്ങൾ തകരുന്നു. നമ്മൾ നേരിടുന്നൊരു ഏറ്റവും വലിയ വിഷയമാണ്. ഒരു മാതൃസംഗമത്തിൽ ഞാനിങ്ങനെ സംസാരിച്ച് കയറിയപ്പോൾ പിന്നെ ആ കുട്ടികളെ അങ്ങനെ നോക്കണം, കുട്ടികളെ ഇങ്ങനെ നോക്കണം, കുട്ടികൾക്ക് അതാക്കണം, കുട്ടികൾക്ക് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ടീച്ചർ പറഞ്ഞൊക്കെ ശരിയാ, കുട്ടികളെ അങ്ങനെയാക്കണം, ഇതൊന്നും അല്ല ഇപ്പോഴത്തെ വലിയ വിഷയം എന്ന് പറഞ്ഞു. ടീച്ചറെ, ഇപ്പോഴത്തെ വലിയ വിഷയം കുടുംബിനികളെയും കുടുംബനാഥന്മാരെയും എന്തെങ്കിലും നേരെയാക്കാൻ പറ്റുമോ? അവർ മുഖേന കുടുംബം തകർന്നു പോവാണ്. അല്ലാണ്ട് കുട്ടികളെ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അല്ലെ, സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല എന്ന് പൂന്താനം പറഞ്ഞിരുന്ന അന്ന് 1-2 ആളുകളാണെങ്കിൽ ഇന്ന് അവരുടെ എണ്ണം കൂടുന്നു. ഭാര്യയും മക്കളെയും വലിച്ചെറിഞ്ഞ് തൽക്കാലം കണ്ടവരുടെ പുറകെ പോകുന്നവരുടെ എണ്ണം കൂടുന്നു. തിരിച്ച് ഭർത്താവിനെയും മക്കളെയും അവഗണിച്ചുകൊണ്ട് കുടുംബം കോഞ്ഞാട്ടയാക്കിക്കൊണ്ട് കുടുംബം ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു. മക്കളെ കൊല്ലാൻ മടിയില്ലാത്തവരെ, അമ്മയച്ഛനെയും കൊല്ലാൻ മടിയില്ലാത്തവരെ. എങ്ങടാ നമ്മുടെ പോക്ക്? മാറ്റങ്ങൾ വേണ്ടേ? ഇത് കേരളമാണ് ഇനി എത്ര നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും? മാറ്റങ്ങൾ ആവശ്യമില്ലേ ഇത്തരം കാര്യങ്ങളിൽ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് രാത്രി വാതിലടയ്ക്കുമ്പോൾ പുറത്ത് കിടക്കണ ആയുധങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കും. കൈക്കോട്ട, മടാള്, വെട്ട്, നമ്മൾ വീട്ടിൽ കാർഷിക ആയുധങ്ങൾ. കാരണം വല്ല കള്ളന്മാരും വന്ന ഇതെടുത്ത് പ്രയോഗിക്കേണ്ടല്ലോ വെച്ചിട്ട് വന്ന ആചാരമാവാം. ആയുധങ്ങളൊന്നും പുറത്തിടരുത് പറയും. പുറത്ത് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തുകൊണ്ടായി അകത്തേക്ക് വെക്കും. പക്ഷെ ഇപ്പൊ വീട്ടുകാരെന്താ പറഞ്ഞറിയോ? ഇതൊക്കെ അകത്ത് വെക്കാൻ പേടിയാണെന്ന്. കാരണം ഈ ആർക്കാ ഭ്രാന്ത് വരാന്നറിയല്ലോ. അച്ഛനാണോ വരിക, മക്കൾക്കാണോ വരിക, അമ്മയ്ക്കാണോ വരിക, ആർക്കാ ഭ്രാന്ത് വരിക? ഇതെടുത്ത് മണ്ടക്കടിക്കുക എന്ന് പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് ഇപ്പൊ സർവ്വ ആയുധം, മറ്റേ മലയാളത്തിലെ മണിച്ചിത്രത്താഴ് സിനിമയിലുണ്ടല്ലോ, സൂചി അടക്കം പെറുക്കിയും കൊണ്ട് നടക്കണു. ഇതേപോലെ വീട്ടിനകത്ത് എന്തേലും ആയുധം ഉണ്ടെങ്കിൽ അത് മുഴുവൻ പെറുക്കി പുറത്തു കൊണ്ടിടുക. ആർക്കാ വട്ടളകുക എന്ന് പറയാത്ത സാഹചര്യം. ഈ പോക്കിലും നമ്മൾ അഭിമാനിക്കുന്നു നമ്മൾ പുരോഗമനത്തിലേക്കാണ് പോകണമെന്നുള്ളത്. നമ്മൾ എന്തൊക്കെയോ നേടി എന്ന് പറഞ്ഞ അഭിമാനം. എന്തിനാണ് നമുക്ക് എങ്ങനെ ഒരു വിദ്യാഭ്യാസം? അമ്മയച്ഛനെ തിരിച്ചറിയാത്തതാണ് നമ്മുടെ വിദ്യാഭ്യാസമെങ്കിൽ നമുക്ക് എന്തിനാണത്? മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിത്താഴാനാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കണമെങ്കിൽ ഇപ്പൊ വരുന്ന രാസലഹരിയൊക്കെ ഉപയോഗിച്ചാൽ 10 കൊല്ലത്തിനപ്പുറം ജീവിച്ചിരിക്കില്ല. അത്രേ ചത്താലും വേണ്ടില്ല, അതൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നുള്ള നിലയിലേക്കാണ് യുവത്വം പോണതെങ്കിൽ അകാല വാർദ്ധക്യവും ജരാനരയും പല്ലുകൊഴിയലും അടക്കം വന്ന് 10 കൊല്ലത്തിനപ്പുറം ഉപയോഗിക്കാത്ത ജീവിച്ചിരിക്കാത്ത രാസമാലിന്യമാണ് ഒഴുകണത് കേരളത്തിൽ കൂടി. ഒരു 10-50 കൊല്ലം കഴിഞ്ഞാൽ ബ്രഹ്മകലശ മഹോത്സവം നടത്താൻ ആൾ വേണ്ടേ? ആളുണ്ടാവണ്ടേ? ഇതിനേക്കാളൊക്കെ ആവേശം മറ്റുള്ളതിനൊക്കെ ആണെന്ന് ചിന്തിച്ചു പോയാൽ നമ്മൾ എന്തിനാണ് അഷ്ടബന്ധട്ട് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇളകാത്ത വിധത്തിലോട്ട് ഉറപ്പിക്കുകയാണ് നമ്മൾ അഷ്ടബന്ധട്ടിട്ടേ അല്ലേ? ഇങ്ങോട്ട് വരുമോ നമ്മുടെ മക്കള്? ചിന്തിക്കണ്ടേ? ഇന്നലെകളിൽ നമ്മുടെ മക്കളുടെ പേരൊന്നും ഇതിൽ കേട്ടിരുന്നില്ല. കാരണം അവിടെ കുറച്ച് നമ്മുടെ വീടുകളിൽ മൂല്യങ്ങൾ നിലനിന്നിരുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിരുന്നു. പുരോഗമനത്തിന്റെ പേരിൽ എല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഇന്ന് നമ്മുടെ മക്കളുടെ പേരും കേൾക്കണു. ഉപയോഗിക്കണേലും വിൽക്കണേലും വാങ്ങണേലും ഒക്കെ നമ്മുടെ മക്കളുടെ പേരും കേൾക്കണു. ഇതാണോ നല്ല വളർച്ച? അല്ലല്ലോ. അപ്പൊ തീർച്ചയായും നമുക്ക് തിരിച്ചു പോകാനുള്ളത് നമ്മുടെ ശക്തി സനാതന ധർമ്മത്തിലാണ്. അമ്മയെയും അച്ഛനെയും ഗുരുനാഥനെയും അനുസരിക്കുക എന്നുള്ളൊരു മോശം സ്വഭാവമല്ല, ഇത് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് അധ്യാപകർ പേടിച്ചിട്ടാ. മാഷ് പുറത്തൊക്കെ ഇറങ്ങിയ കാച്ചിക്കളയെന്ന് പറയുന്ന കുട്ടിയെ കണ്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ? ഞങ്ങളുടെ നാട്ടിലാണ്, പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് മാഷ് പുറത്തൊക്കെ ഇറങ്ങിയ കാച്ചിക്കളയെന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായത്. അപ്പോൾ രക്ഷിതാക്കളെയും സമൂഹത്തെയും കുട്ടികളെയും പേടിച്ച് ജീവിക്കണ അധ്യാപകർ, മാതാപിതാക്കളെ പേടിച്ച് ജീവിക്കണ രക്ഷിതാക്കൾ. ഇവിടെ നിന്ന് എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു 14 ലോകത്തിൻ്റെയും നാഥൻ ഭൂമിയിൽ ശ്രീകൃഷ്ണനായും ശ്രീരാമനായും അവതരിച്ചപ്പോൾ അനുസരണയുള്ള മകനായിരുന്നില്ലേ? ശ്രീരാമചന്ദ്രനൊക്കെ അച്ഛനെ എന്താ പറഞ്ഞ കാട്ടിപ്പോവാൻ പറഞ്ഞാൽ അതാ റെഡി പോയി എന്നാണ്. അച്ഛനെയും അമ്മയെയും അനുസരിച്ച് 14 ലോകത്തിൻ്റെയും നാഥൻ
എത്ര ഭംഗിയായാണ് അച്ഛനെയും അമ്മയെയും ഗുരുനാഥനെയും അനുസരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. അപ്പോൾ അനുസരണം വിദ്യാർത്ഥി ലക്ഷണം എന്ന് ഇന്നലെകളിൽ കോപ്പി എഴുതിയിരുന്നു. ഇപ്പോൾ എഴുതിക്ക് അധ്യാപകർക്ക് പേടിയാ, ബാലാവകാശക്കാർ കേസെടുക്കുമെന്ന് പേടിച്ചിട്ടേ. കാരണം അനുസരണം അടിമത്ത ലക്ഷണമാണ് എന്ന് വാഴ്ത്തിപ്പാടുന്ന ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും അനുസരിക്കണ്ട. അതിൻ്റെ അനന്തര ഫലമാണ് സ്നേഹമില്ല, അനുസരണമില്ല, ത്യാഗമില്ല, ഇത്തരം മൂല്യങ്ങളൊന്നുമില്ല. പുരോഗമനം 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 തന്നെ എവിടെയാണോ എത്തേണ്ടത് ആ എത്തിയതാണ് ഇപ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും വന്ന് വീണത്. ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ പരാജയമായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കാൻ സമയമായിരിക്കുന്നു. ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അവിടെയാണ് പാർവതിയിലേക്ക് എത്തേണ്ടത്. അവിടെയാണ് ഗണപതി ഭഗവാനെയൊക്കെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ മൂല്യങ്ങൾ, ഇപ്പൊ ഗുരുനാഥനൊക്കെ ദൈവമാണ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിന് നേരെ കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ പ്രകടനം നടത്തി. കൊടി മടിയെടുത്ത് സ്കൂളിൽ കയറി, കേസായി, പുലിവാലായി. എന്താ സ്കൂളുകാർ ചെയ്ത കുറ്റം എന്നറിയാമോ? ഗുരുപൂജ ദിവസം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ ക്ലാസ് ടീച്ചേഴ്സിന്റെ കാല് തൊട്ട് വന്ദിച്ചത്രേ അപകടമായില്ലേ? ക്ലാസ് ടീച്ചേഴ്സിന്റെ കാല് തൊട്ട് കുട്ടികൾ വന്ദിപ്പിച്ചു എന്നതിന്റെ പേരിൽ ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ യുവജന സംഘടനകൾ അങ്ങോട്ട് മാർച്ച് നടത്തി. കേസായി, കൂട്ടമായി, DOന്റെ അന്വേഷണമായി, പുലിവാലായി. രക്ഷിതാക്കൾ വിട്ടുകൊടുക്കാത്തത് പിന്നെ സ്കൂളിലെ HM തൂക്കിക്കൊല്ലാൻ പറ്റിയില്ല. രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്നും. ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയേണ്ടത് പര്യവസാനിച്ചെങ്കിലും ഇതിനെതിരെ അതാണ് കേരളത്തിന്റെ മനസ്സിപ്പോ. ഗുരുനാഥന്റെ കാല് തൊട്ടാൽ അത് അടിമത്തമാണെന്നോ വർഗീയതയാണെന്നോ ഫാസിസമാണെന്നോ മൂരാച്ചിത്തരമാണെന്നോ കുറെ വാക്കുകളുണ്ടല്ലോ. സവർണ, ഫാസിസ്റ്റ്, മൂരാച്ചി, കുന്തം, കൊടച്ചക്രം, ഇതൊക്കെയാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇതിനെയെല്ലാം നശിപ്പിച്ചു. ക്ഷേത്രം പോലും നമുക്കിന്ന് എന്താ? ഇപ്പൊ ക്ഷേത്ര കലകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമൊക്കെ ഉണ്ട്, നമുക്കറിയാം. അത് യക്ഷഗാനമാകാം, അത് കഥകളിയാകാം, അല്ലെ ഓട്ടംതുള്ളലാകാം, കൂത്താകാം, കൂടിയാകാം, ഇങ്ങനെയെല്ലാം ഉണ്ട്. അവിടുന്ന് വിട്ടിടുന്ന ക്ഷേത്രങ്ങളിൽ വരെ എന്താ? ക്ഷേത്രങ്ങളിൽ വരെ ഇന്ന് നടക്കുന്ന കലാപരിപാടികളുടെ അവസ്ഥ എന്താ? കലാപരിപാടി അവതരിപ്പിക്കണവന് മാത്രം ആവേശം ഉണ്ടായാൽ പോരാ, കാണുന്നവർക്ക് മൊത്തം വണങ്ങാൻ അവരും തുള്ളണ്ടേ. ഇത് തുടങ്ങിയാൽ കഴിയോളം തുള്ളണമെങ്കിൽ കഞ്ഞിയും പയറും കഴിച്ചിട്ട് തുള്ളാൻ പറ്റുമോ? വേറെ എന്തെങ്കിലുമൊക്കെ അകത്തുണ്ടെങ്കിലല്ലേ അങ്ങനെ തുള്ളാൻ പറ്റുള്ളൂ. ആരെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കണ്ടെങ്കിൽ സ്റ്റേജിൽ എന്ന് പറയും തുള്ളു 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 എന്ന് പറഞ്ഞ് സർവരെ കൊണ്ട് തുള്ളിച്ച് അമ്പലത്തിൽ പോലും ബാധ കയറിയ മാതിരി തുള്ളിയില്ലെങ്കിൽ കലാപരിപാടി ആകില്ല എന്ന് വരുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഇതിനൊക്കെ ഒരു തിരിച്ചുപോക്ക് സാധ്യമാവുക? കലയും സാഹിത്യവും അടക്കമുള്ളതെല്ലാം നമ്മളിലെ വ്യക്തിത്വത്തെ തൊട്ടുണർത്താൻ ഉപയോഗിച്ചിരുന്നതാ. നമ്മളിലെ ചില മൃദുല വികാരങ്ങളെ വളർത്താൻ ഉപയോഗിച്ചിരുന്നതാ നമ്മുടെ സ്വഭാവം. അതിൽ നിന്നൊക്കെ മാറി ഭ്രാന്തമായ ആവേശത്തിലേക്ക് പോകുന്നു. ആഹാരത്തിന് പോലും സാത്വികമെന്നും രാജസമെന്നും താമസമെന്നും ഭേദങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ച നമ്മളോട് അതെല്ലാം സവർണ ഫാസിസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണെന്ന് പറഞ്ഞ് നശിപ്പിച്ച് ഇപ്പൊ ഒരു മര്യാദയ്ക്ക് ഒരു സദ്യക്ക് വിളിച്ച ഏതെങ്കിലും കുട്ടികൾ വരുമോ? അവിയലും കാലിനും പുളിശ്ശേരിയൊക്കെ നിങ്ങൾ തന്നെ പോയി കഴിച്ചോളെന്ന് പറയില്ലേ? മക്കൾ എന്തിനാ വരികയെന്നൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അതൊക്കെ പോയില്ലേ? സാത്വികമായ ആഹാരം ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും പറ്റുന്ന വിധത്തിൽ ചില ആചാരങ്ങളോ വ്രതാനുഷ്ഠാനങ്ങളോ നമുക്ക് വേണ്ടേ? ആഹാരത്തിന് ഇത് അല്ലേ? ഇപ്പം അതിനൊക്കെ രാവിലെ തൊട്ട് കട്ടിയുള്ള, പണ്ട് നമ്മൾ രാക്ഷസീയമായ ആഹാരം എന്നൊക്കെയാണ് പറയുക. അങ്ങനെ അത് മാംസത്തെ ഉദ്ദേശിച്ചല്ല പറയണത് കേട്ടോ. പച്ചക്കറി ആണെങ്കിലും നമ്മൾ രാക്ഷസീയമായ ആഹാരമായിട്ടാണ് കഴിക്കുക. എന്തുകൊണ്ടാണ്? കട്ടിയായ മസാലക്കൂട്ടുകൾ ചേർക്കാതെ ഇന്ന് ആർക്കെങ്കിലും വായലേക്ക് എന്തെങ്കിലും ചൊല്ലുമോ? കാരണം വായല നാവിൻ്റെ രുചിയൊക്കെ ആ രൂപത്തിലായി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില കറിയുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഓലൻ എന്നൊക്കെ പറയും, കളിയാക്കിൽ ഓലൻ എന്നൊക്കെ പറയും. ഉപ്പ് പോലും കമ്മിയിടുക, വെറും തേങ്ങാപ്പാലും മറ്റേ മൂക്കാത്ത കുമ്പളങ്ങയൊക്കെ വെച്ചുകൊണ്ട് വയ്ക്കാൻ ഇത്ര ഒന്നുമില്ല, ഉപ്പ് പോലും കമ്മിയാണ്. അതിന് ടേസ്റ്റ് ആയിരുന്നു അന്ന്. അധിക ദിവസവും ചോറിനുണ്ടാകുന്ന ഒരു വിഭവം ഞങ്ങൾ മെഴുക്ക് വരട്ടി എന്ന് പറയും. വെറുതെ കായ 4 കീറുക, ലേശം ഉപ്പിട്ട് വേവിക്കുക, വെന്ത് വാങ്ങുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, സുഖമായി. ഇന്ന് അതൊക്കെ കൊടുത്താൽ പാത്രത്തോടെ തൊടി കിടക്കും. പാത്രത്തോട് കൂടി കൊണ്ടുവന്ന അമ്മയടക്കം ചിലപ്പോൾ തൊടിയിലെത്തുന്നതിന് യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെയൊക്കെ രുചി നാവുമെന്ന് പോയി. ഇന്ന് രാക്ഷസീയമായ ആഹാരക്കൂട്ട് പോലെ വളരെ കഠിനമായ മസാലക്കൂട്ടുകളില്ലാതെ വായ തുറക്കാൻ വയ്യാണ്ടായി. സ്വഭാവത്തിലെ പരിവർത്തനത്തിന് വേണ്ടിയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചില വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് സാത്വികമായ ആഹാര രീതി. വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ രാവും പകലും കൂടി മാറ്റുക എന്നുള്ളതല്ല കേട്ടോ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയേക്ക് 1 മാസം വ്രതം എന്ന് പറഞ്ഞൂടെ? കാരണം രാവും പകലും മാറില്ലേ? അവിടുത്തെ രാത്രി ഇവിടുത്തെ പകലും, ഇവിടുത്തെ പകൽ അവിടുത്തെ രാത്രിയൊക്കെയായിട്ടല്ലേ മാറണം. അപ്പം രാവും പകലും മാറ്റുക എന്നുള്ളതല്ല. അത് സാത്വികമായ ആഹാരം കഴിച്ചോ കഴിക്കാതെയോ എന്തായാലും വെള്ളം ഒഴിവാക്കിക്കൊണ്ടുള്ളതൊന്നും അരുതെന്നാണ് നമ്മൾ പഠിപ്പിച്ചത് അല്ലേ? ആഹാരം ഒഴിവാക്കാം, വെള്ളം ഒഴിവാക്കാതെ ചെയ്തുകൊണ്ട് സാത്വികമായ ആഹാരം അത് അളവ് കുറച്ച് ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത്തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുക. പാർവതിയെ പോലെ നമുക്ക് നമ്മുടെ മക്കളെ കരുത്തരാക്കാം, നല്ലതിൻ്റെ വഴിയെ കൊണ്ടുപോകാം. അപ്പോൾ മയക്കുമരുന്നും മദ്യമൊക്കെ പ്രചരിക്കണേന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടും അരുതേന്ന് മറ്റേ കരഞ്ഞ് പറഞ്ഞിട്ടും ആജ്ഞാപിച്ചിട്ടും കാര്യമില്ല.
അതിനെ തളർത്തത്തക്ക വിധത്തിൽ പുറമെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നതേ നടക്കൂ. അതിൽ ആഹാരമാകാം, ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങൾ, വീട്ടിലൊക്കെ ആചാരങ്ങൾ വേണം ഒരുമിച്ച് ചെയ്യാൻ. സന്ധ്യാനേരത്തെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നാമജപമെങ്കിലും ഒരു വിളക്കിൻ്റെ ചുറ്റും ഇരുന്നിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും. അത് നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകും. ഒന്നിച്ചൊന്നിരിക്കാൻ അവിടെ നമുക്കും പാർവതിയെ പോലെ നമ്മളെക്കാൾ കരുത്തുള്ള മക്കളെയും നമ്മൾ പറയുന്ന വഴിയിലേക്ക് കൊണ്ടുവരാൻ, നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരുമിച്ച് ചെയ്യാൻ ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, അതോടൊപ്പം അവരുടെ മനസ്സിൽ ഉദാത്തമായ ചില ആദർശങ്ങൾ വേണം. ഒരിക്കലും നടപ്പാക്കാത്ത ഉട്ടോപ്യൻ ആശയങ്ങളുടെ പിന്നാലെ പോയി അതാണ് ഇപ്പം സംഭവിച്ചത്. ഒരിക്കലും നടപ്പാക്കാത്ത ചില ഉട്ടോപ്യൻ ആശയങ്ങൾ തലയിൽ കയറിയിട്ട് അതുകൊണ്ടുണ്ടായ ഒരു അസ്വസ്ഥതയുണ്ട്. നടപ്പാക്കാൻ കഴിയുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ. അപ്പം അത്തരം ചില ആശയങ്ങൾ അവരുടെ മനസ്സിൽ വേണം. അവർക്ക് നല്ലതെന്തെങ്കിലും ചെയ്യാനുണ്ടാകണം. കുടുംബത്തോട്, രാഷ്ട്രത്തോട് പ്രതിബദ്ധത വേണം. എന്താ ഇവിടെ മദ്യവും മയക്കുമരുന്നും പ്രചരിക്കാൻ കാരണം? നമ്മുടെ മക്കളുടെ മാത്രമല്ല, അതൊരു അജണ്ടയാണ്. ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള അജണ്ട. 2047 ഭാരതം വിശ്വഗുരുസ്ഥാനത്തേക്ക് എത്തും എന്ന കാഴ്ചപ്പാടിലാണ് ഇന്ന് ഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഭരണാധികാരികൾ വിചാരിച്ചാൽ മാത്രം നടത്താൻ സാധിക്കില്ല. ശാസ്ത്ര സാങ്കേതിക തികവ് കൊണ്ട് മാത്രം എത്താൻ കഴിയില്ല. സാമ്പത്തിക വികസനം കൊണ്ട് മാത്രം എത്താൻ കഴിയില്ല. കള്ളും കഞ്ചാവും അടിച്ച് തകർന്നു കിടക്കുന്ന യുവതയെ വെച്ചുകൊണ്ട് എങ്ങനെ വിശ്വഗുരുസ്ഥാനത്തേക്ക് നമുക്ക് പോകാൻ പറ്റും? അപ്പം നമ്മളെ തളർത്തണമെങ്കിൽ നമ്മുടെ യുവത്വത്തെ തളർത്തണം. ഭാരതത്തിൻ്റെ ആ പോക്ക് അഴിച്ചുവിട്ടൊരു യാഗാശ്വം പോലെ ലോകം കീഴടക്കാൻ വിശ്വഗുരുസ്ഥാനത്തേക്ക് ഇന്ന് ഭാരതം തല ഉയർത്തി പോകുമ്പോൾ നമ്മളെ തളർത്താൻ ശത്രുവിന് ഒറ്റ വഴിയേ വേണ്ടൂ: നമ്മുടെ മക്കളെ തളർത്തി കിടത്തുക. ചൈനയെ വിദേശാധിപത്യത്തിന് കീഴിലാക്കിയത് അങ്ങനെയാണ് എന്ന് ചരിത്രം പഠിച്ചിട്ടുണ്ട്. ചൈനീസ് യുവാക്കളുടെ കരുത്തിന് മുന്നിൽ വൈദേശികാധിപത്യം മാറി നിന്നിരുന്നു. ബാക്കി എല്ലാ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തിയപ്പോഴും ചൈന കീഴ്പ്പെടുത്താൻ യൂറോപ്യർക്ക് കഴിഞ്ഞില്ല. ചൈന കീഴ്പ്പെടുത്തിയത് എങ്ങനെയാ? ചൈനീസ് യുവാക്കൾക്ക് കറുപ്പെന്ന മയക്കുമരുന്ന് പ്രചരിപ്പിച്ച് അവരെ അതിൻ്റെ അടിമകളാക്കിക്കൊണ്ടാണ് ചൈനയെ യൂറോപ്യൻ ശക്തികൾ വീതം വെച്ചെടുത്തത് എന്ന് ചരിത്രത്തിൻ്റെ സംഭവമാണ്. അപ്പം ഭാരതത്തെയും മറ്റൊരു തരത്തിലും തളർത്താൻ സാധിക്കില്ല. വിഭജിച്ചു ഭാരതം, തളർന്നോ നമ്മൾ? തൽക്കാലം ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാലും നമ്മളിപ്പോഴും കുതിക്കുകയാണ്. ആ വിഭജനത്തേക്ക് അതിജീവിച്ച് നമ്മളിപ്പോഴും കുതിക്കുകയാണ്. വൈദേശിക അടിമത്തം ഉണ്ടായി, ക്ഷേത്രങ്ങൾ തകർന്നു, സ്വത്ത് തകർത്തു, 17 വട്ടം കൊള്ളയടിച്ച ഗസനിമാരൊക്കെ കയറി ഇറങ്ങി. ഭാരതം എന്നിട്ടും ചൈത്രയാത്ര തുടരുകയാണ്. പക്ഷെ നമ്മുടെ മക്കൾ നശിച്ചാൽ, മക്കൾ തളർന്നാൽ അതൊരിക്കലും സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ കഴിഞ്ഞേക്കാം, അയോധ്യ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം, നാളെ കാശിയും മധുരയും ഒക്കെ നമുക്ക് മുന്നിൽ വാതായനങ്ങൾ തുറന്ന് തന്നേക്കാം. പക്ഷെ നമ്മുടെ മക്കൾ നശിച്ചാൽ, നശിപ്പിച്ചാൽ വീണ്ടെടുക്കാൻ ഇതൊക്കെ നമുക്ക് 500 കൊല്ലം കൊണ്ട് സാധിച്ചെങ്കിൽ അത് 5000 കൊല്ലം കഴിഞ്ഞാലും സാധിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ അവരെ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ഒരു അജണ്ടയുടെ ഭാഗമായാണ് മദ്യവും മയക്കുമരുന്നും എത്തുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ മയക്കുമരുന്ന് കഴിച്ചാൽ എന്നെ നിയന്ത്രിക്കാൻ വേറെ ആർക്കും പറ്റില്ല, എന്നെ നിയന്ത്രിക്കാൻ എനിക്കേ പറ്റുള്ളൂ. എന്നെ തല്ലണ്ട അമ്മാവോ, ഞാൻ നന്നാവില്ല എന്ന് പണ്ടൊരു മരുവൻ പറഞ്ഞില്ലേ, സത്യ, എന്നെ നന്നാക്കാൻ എനിക്ക് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്നെ ചിന്തിക്കുക, ഞാനിത് കഴിക്കുന്നത്, ഇതിലൂടെ ഞാൻ നശിക്കുന്നത് എൻ്റെ രാഷ്ട്രത്തെ ബാധിക്കും. അങ്ങനെ തോന്നണമെങ്കിൽ രാഷ്ട്ര സ്നേഹം ഉണ്ടാകണം. അതൊരു അശ്ലീലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ രാഷ്ട്രസ്നേഹം ഉണ്ടാകുക, ദേശഭക്തി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അശ്ലീലമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. വന്ദേ മാതരം എന്ന് പറയാൻ പറ്റില്ല, ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞവരാണല്ലോ അല്ലേ. ഭാരത് മാതാ കി ജയ് വിളിക്കുന്നിടത്തോ വന്ദേ മാതരം പറയുന്നിടത്തോ ദേശഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടാകുന്നിടത്തോ, ഭാരതം ക്രിക്കറ്റിൽ ജയിക്കുമ്പോൾ നമ്മളും ജയിച്ചതായി തോന്നുന്നിടത്തോ മാത്രമല്ല രാഷ്ട്രസ്നേഹം. എന്നിലൂടെ ഈ രാഷ്ട്രം നശിക്കരുത്, ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുവിൻ്റെ ഇരയായി ഞാൻ മാറില്ല. ഈ മയക്കുമരുന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് എൻ്റെ രാഷ്ട്രത്തെ നശിപ്പിക്കാനാണ് എന്ന ചിന്ത എന്നിലുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ രാഷ്ട്രത്തോട് സ്നേഹമുണ്ടെങ്കിൽ അകന്ന് നിൽക്കാൻ പറ്റും. നമ്മുടെ ഗ്രാമത്തെ അതൊന്ന് മോചിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഗണപതിമാരെ സൃഷ്ടിക്കുന്ന പാർവതിമാരാകണം നമ്മൾ. ഇത്തരം വിഘ്നങ്ങളൊക്കെ തുമ്പിയും കൊമ്പും കൊണ്ട് തട്ടിമാറ്റുന്ന ഗണപതിമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന അമ്മമാരായിട്ട് നമ്മൾ മാറണം. ആ ഗണപതി സനാതന ധർമ്മത്തിൻ്റെ സ്വത്താണ്. ചിലർക്ക് മിത്താണെന്നൊക്കെ പറയണ്ടേ, നമുക്ക് സ്വത്താണ് അല്ലേ, നമ്മുടെ വിത്താണ്, നമ്മുടെ സ്വത്വമാണ് ഗണപതി. ആ സനാതന ധർമ്മത്തിൻ്റെ പാലനത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ചിന്തിച്ചു നോക്കൂ. പരശുരാമനുമായുള്ള ഏറ്റുമുട്ടൽ കൊമ്പൊന്നും ഒടിഞ്ഞു പോയി വേണമെങ്കിൽ അല്ലേ, അതുകൊണ്ട് വികലാംഗനാണേ എന്ന് പറഞ്ഞിരിക്കുക. അതല്ല ചെയ്തത്, അതും വിദ്യയ്ക്ക് ആ കൊമ്പ് വെച്ചാണ് വേദവ്യാസൻ ചൊല്ലിക്കൊടുത്ത മഹാഭാരതം എഴുതിയതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മഹാഭാരതം എഴുതാൻ വേറൊരു ഒരു എഴുത്തുകാരനായിട്ട്, പകർത്തി എഴുത്തുകാരനായിട്ട് ഇരുന്നു കൊടുത്തു. കാരണം സനാതന ധർമ്മത്തിൻ്റെ പാലനത്തിന് വേണ്ടി അത് ചെയ്യണം.
ലോകത്തിലേക്ക് മുഴുവൻ വേണ്ടുന്ന അറിവുകളുള്ള മഹാഭാരതം കേട്ടെഴുതാൻ ആളില്ല എന്നുള്ളതുകൊണ്ട് വ്യാസഭഗവാൻ എഴുതാതിരിക്കരുത്, താൻ തന്നെ എഴുതാം. നമ്മുടെ മക്കളെ അങ്ങനെ സനാതന ധർമ്മത്തിൻ്റെ പാലനത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ, എന്ത് വേഷവും കെട്ടാൻ, അല്ലേ, എന്ത് വേഷവും കെട്ടാൻ, എന്ത് ത്യാഗവും സഹിക്കാൻ പറ്റുന്നവരാക്കി മാറ്റിയെടുക്കുന്ന പാർവതിമാരായി നമ്മൾ മാറിയാൽ ഈ മാതൃസംഗമത്തിന് പ്രസക്തിയുണ്ട്. പറയാൻ എനിക്കേറെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനുള്ളവർ ഏറെ ഈ വേദിയിലുണ്ട് എന്നതും നല്ല ചൂട് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലേ, ഇപ്പോൾ ഏറെക്കുറെ വേവും ചൂടൊക്കെ ഒരുപോലെ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയും പറഞ്ഞു പോയാൽ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിർത്തിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതുണ്ടാകരുത് എന്നതുകൊണ്ട് ഈ ബ്രഹ്മകലശ മഹോത്സവത്തിന് മുടപ്പ സേവയ്ക്കൊക്കെ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഈ ഗ്രാമത്തിനും ഈ നാടിന് മൊത്തം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.